everyone, a warm namaskaram to all of you and welcome back to the channel. I'm Dr. Shruti, a radiologist and mom, and someone who have definitely googled why am I always tired. നിങ്ങൾ ഏത് നേരവും എപ്പോഴും മെൻ്റലി ഇമോഷണലി ഫിസിക്കലി ടയേർഡ് ആയിരിക്കുന്ന ഒരാളാണോ? അന്ന് ക്ഷീണിച്ച് പ്രൊഡക്റ്റീവായി ഒന്നും ചെയ്യാൻ പറ്റാതെ വേസ്റ്റായി പോയിട്ടുണ്ടോ? അങ്ങനെ ഒരു ദിവസമല്ല, കുറച്ചധികം ദിവസങ്ങൾ. Then you are not alone. Today let's break down why women feel so tired all the time and what we can do about it. Not fluff, not guilt, just science-backed solutions from one tired woman to another. So let's dive into the video. Why women are so tired? Number one reason, hormones. ഓവുലേഷൻ ഗ്ലോയും പ്രഗ്നൻസി ഗ്ലോയും കുട്ടികളെ ഉണ്ടാക്കാനും നോക്കാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന അതേ ഫീമെയിൽ ഹോർമോൺസ്. ഈസ്ട്രജൻ, പ്രൊജസ്ട്രോൺ, ഇത് രണ്ടുമാണ് മെയിൻ ഫീമെയിൽ ഹോർമോൺസ്. ഇതിന് രണ്ടിൻ്റെ ചെറിയ ചെറിയ ഫ്ലക്ച്വേഷൻസ് പോലും നമ്മുടെ മൂഡിൽ വലിയ വ്യത്യാസങ്ങൾ ഉണ്ടാക്കും. ചില സമയത്ത് നല്ല എനർജറ്റിക് ആയിട്ട് ഫീൽ ചെയ്യാറുണ്ട് അല്ലേ? ചില സമയത്താണെങ്കിൽ നമ്മൾ ഭയങ്കര റെക്ഡായിരിക്കും, ഇറിറ്റേഷൻ, ദേഷ്യം. മെൻസ്ട്രൽ സൈക്കിൾ നമുക്കൊരു ഉദാഹരണമായി എടുക്കാം. ഫസ്റ്റ് ഹാഫ് ഓഫ് മെൻസ്ട്രൽ സൈക്കിളിൽ നമ്മൾ ഹാപ്പി ആയിരിക്കും, ചാമിങ് ആയിരിക്കും, എനർജറ്റിക് ആയിരിക്കും, ജീവിതത്തോട് തന്നെ ഒരു പോസിറ്റീവ് ഔട്ട്ലുക്ക് ആയിരിക്കും അല്ലേ? എന്നാൽ സെക്കൻഡ് ഹാഫ് എങ്ങനെയാണ്? സെക്കൻഡ് ഹാഫ് ആകുമ്പോഴത്തേനും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഇറിറ്റേഷൻ വരുന്നു, ദേഷ്യം വരുന്നു, ആൾക്കാരോടൊക്കെ പെട്ടെന്ന് കയർക്കുന്നു, ചിലപ്പോൾ ജീവിതമേ വേണ്ടാന്നൊക്കെ തോന്നിപ്പോകുന്നു. ഇനി ഇതിൻ്റെ കൂടെ പ്രീ മെൻസ്ട്രൽ സിൻഡ്രോം ഉള്ള ഒരു പെൺകുട്ടി കൂടി ആണെങ്കിൽ പിന്നെ പറയണ്ട. സാധാരണയായി ഡെയിലി ചെയ്യുന്ന ആക്ടിവിറ്റി പോലും ചെയ്യാൻ ബുദ്ധിമുട്ടുന്നവരുണ്ട്. ദിസ് നോർമൽ മൂഡ് സ്വിങ്സ് കപ്പിൾഡ് വിത്ത് പ്രീമെൻസ്ട്രൽ സിൻഡ്രോം, അതാണ് വേഴ്സ്റ്റ് സിനാരിയോ. ഈ പറഞ്ഞ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കൂടാതെ തൈറോയ്ഡ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ, തൈറോയ്ഡ് ഹോർമോൺസിൽ പ്രശ്നങ്ങൾ, ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ മൂഡ് പ്രശ്നങ്ങൾ വരാം, ടയേർഡായി ഫീൽ ചെയ്യാം, പ്രത്യേകിച്ച് ഹൈപ്പോ തൈറോയ്ഡ് ആയിട്ടുള്ള ആൾക്കാർ. അതുപോലെ PCOS ഉണ്ടെങ്കിൽ, PCOSനെ പറ്റി we have already made a video. If you want to know more about PCOS, you can go back and check that video out. PCOS ഉള്ളവർ ഇതുപോലെ ടയേർഡായിരിക്കും. കാരണം മെൻസ്ട്രൽ ഇറഗുലാരിറ്റി ഒക്കെ വരുന്നതുകൊണ്ട്, ബ്ലീഡിങ് കൂടുതലൊക്കെ ഉള്ളവരാണെങ്കിൽ പ്രത്യേകിച്ചും ബ്ലഡൊക്കെ പോയി അനീമിയൊക്കെ വന്ന് അങ്ങനെ ടയർഡ്നെസ് വരും. സോ ലോഡ് ഓഫ് ഫാക്ടേഴ്സ് അല്ലേ? നമ്മുടെ സ്ത്രീ ശരീരം എന്ന് പറഞ്ഞാൽ ഹോർമോൺസിൻ്റെ ഒരു കളിയാണ്. സെക്കൻഡ് റീസൺ ഇസ് ദ ഇൻവിസിബിൾ മെൻ്റൽ ലോഡ് ഓൺ വിമൻ. നിങ്ങളൊരു ഭാര്യയാണ്, അമ്മയാണ് എങ്കിൽ വീട്ടിലുള്ള പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നത് സ്ത്രീകളായിരിക്കും. ഫോർ എക്സാമ്പിൾ മീൽ പ്ലാനിങ്, രാവിലെ എന്ത് വേണം, ഉച്ചയ്ക്ക് എന്ത് വേണം, രാത്രി എന്ത് കഴിക്കണം, കുട്ടിയുണ്ടെങ്കിൽ കുട്ടിക്ക് എന്ത് ഭക്ഷണം കൊടുക്കണം, ഭർത്താവ് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൊടുത്തു വിടണം, വീട്ടിൽ ആരെങ്കിലും ബർത്ത്ഡേസ് വരുന്നുണ്ടെങ്കിൽ അത് പ്ലാൻ ചെയ്യണം, വീട്ടിൽ വേറെ ഫങ്ഷൻസ് വരുന്നുണ്ടെങ്കിൽ അവിടെ ആര് എന്തൊക്കെ ഇട്ടിട്ട് പോകണം, എന്തൊക്കെ എടുത്തുകൊണ്ട് പോകണം, എത്ര നിൽക്കണം, നടക്കണം, നോക്കണം എന്ന് തുടങ്ങി വീട്ടിലുള്ള ആൾക്കാർക്കുള്ള ഇമോഷണൽ സപ്പോർട്ട് വരെ കൊടുക്കുന്നത് മിക്കപ്പോഴും സ്ത്രീകളാണ്. അപ്പോൾ നിങ്ങൾ അറിയാതെ തന്നെ ബ്രെയിൻ ഇത്രയും എനർജി കൺസ്യൂം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് നിങ്ങൾ വേറെ എന്തെങ്കിലും ജോബ് ചെയ്തോന്ന് വെച്ചാൽ ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ ഇത്രയും കാര്യങ്ങൾ തന്നെ മതി നിങ്ങളെ ടയേർഡാക്കി മാറ്റാൻ. ഇത് ഒരു ദിവസം ചെയ്യുന്ന പണിയല്ലല്ലോ. ദാറ്റ്സ് വൈ ഐ സെഡ് ഇറ്റ് ഇസ് ഇൻവിസിബിൾ. ഈ ചെയ്യുന്നതൊന്നും പ്രത്യേകിച്ച് പുറത്തുള്ള ആരും കാണുകയില്ല. നിങ്ങൾ പാത്രം കഴുകുന്നുണ്ട്, ഫുഡ് വെക്കുന്നുണ്ട്, അതിന് ഷോപ്പ് ചെയ്യാൻ പോകുന്നുണ്ടാവും, എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ട് വേണമല്ലോ ഷോപ്പ് ചെയ്യാൻ പോകാനും മേടിച്ചുകൊണ്ട് വന്ന് ഫുഡ് ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ അതിൽ തന്നെ ഒരുപാട് എനർജി ലോസ് ആയി പോകും, പക്ഷേ ഇതാരും കാണുകയില്ല. തേർഡ് റീസൺ സ്ലീപ്പ് ഡിപ്രിവേഷൻ. ഇന്നത്തെ കാലത്ത് രാത്രി കറക്റ്റ് സമയത്ത് കിടന്നുറങ്ങുന്ന പറഞ്ഞാൽ വലിയ ചാലഞ്ചാണ്. കാരണം അത്രയും ഡിസ്ട്രാക്ഷൻസ് ഉണ്ട്. നമ്പർ വൺ ഡിസ്ട്രാക്ഷൻ ഫോൺ ആൻഡ് അതർ കൈൻഡ്സ് ഓഫ് സ്ക്രീൻസ്. സ്ക്രോള് ചെയ്യാതെ കിടന്നുറങ്ങുന്ന എത്ര പേരുണ്ടാവും? അമ്മമാരാണെങ്കിൽ അവർക്ക് സ്ക്രോൾ ചെയ്യാൻ പോലും നേരം കിട്ടില്ല. കാരണം കുട്ടി ഉണ്ടാവും, കുട്ടീൻ്റെ ബെഡ് ടൈം റൂട്ടീനൊക്കെ നോക്കി കുട്ടീനെ ഉറക്കി ഉറങ്ങാൻ കിടന്ന് കഴിഞ്ഞാൽ പോലും അവർ ചിലപ്പം രാത്രി കുട്ടി കരഞ്ഞ് എഴുന്നേക്കും, കുഞ്ഞ് അല്ലേ, വിശന്നിട്ടും ചിലപ്പം മൂത്രമൊക്കെ ഒഴിച്ചിട്ടുണ്ടാവും ബെഡിൽ. അപ്പോൾ ഇതൊക്കെ മാറ്റാനും നോക്കാനും കുട്ടീൻ്റെ ഭക്ഷണം കൊടുക്കാനൊക്കെ അമ്മമാർ തന്നെയായിരിക്കും മിക്കപ്പോഴും എഴുന്നേക്കുന്നത്. അങ്ങനത്തെ നൈറ്റ് അവേക്കനിങ്സ് ഉണ്ടാകുന്നുണ്ട്. അമ്മമാരുടെ സ്ലീപ്പ് കംപ്ലീറ്റ് ആവില്ല. രാവിലെ എഴുന്നേൽക്കുമ്പം ഉറങ്ങിയോന്ന് ചോദിച്ചാൽ യു ഹാവ് സ്ലെപ്റ്റ് ഫോർ ദിസ് മച്ച് അവേഴ്സ്, ബട്ട് അത് റെസ്റ്റ്ഫുൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. സോ യു ആർ സ്ലീപ്പിംഗ് ബട്ട് യുവർ ബോഡി ഈസ് നോട്ട് ഗെറ്റിംഗ് എനി റെസ്റ്റ്. ക്വാളിറ്റി ഓഫ് സ്ലീപ്പാണ് ഇമ്പോർട്ടൻറ്റ്. സ്ലീപ്പ് എത്ര നേരം ഉണ്ടെന്നുള്ളതല്ല, 8 മണിക്കൂർ ബെഡിൽ കിടന്നോ എന്നുള്ളതിനേക്കാളും കിടന്ന 8 മണിക്കൂർ ഡീപ്പ് സ്ലീപ്പിലേക്ക് പോയോ എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്.
ഫോർത്ത് റീസൺ ഇസ് സ്ട്രെസ് ആൻഡ് ബേൺ ഔട്ട്. സ്ട്രെസ്സിലായിരിക്കുന്ന ഒരാളുടെ നെർവസ് സിസ്റ്റം എപ്പോഴും ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡിലായിരിക്കും. നിങ്ങൾ സ്ട്രെസ്ഡ് ആയിരിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ആരെങ്കിലും എന്തെങ്കിലും ചെറിയൊരു കാര്യം ചെയ്താൽ തന്നെ അപ്പം നിങ്ങൾ തിരിച്ച് അടിയുണ്ടാക്കും. അതാണ് ഫൈറ്റ് മോഡിൽ പോകുമ്പോൾ ഉണ്ടാകും. ആരെങ്കിലും ഒന്നിങ്ങനെ തട്ടിപ്പോയി നേർച്ചാൽ അറിയാതെ, അപ്പോൾ തന്നെ നിങ്ങളങ്ങ് ഞെട്ടി മാറും. കാരണം ഫ്ലൈറ്റ് മോഡിലാണ്, പേടി മോഡിലാണുള്ളത്. ഇതൊക്കെ എപ്പോഴും സ്ട്രെസ്സിലായിട്ട് നിൽക്കുന്ന ആൾക്കാരുടെ ലക്ഷണങ്ങളാണ്. യുവർ ബോഡി ഈസ് ഇൻ കോൺസ്റ്റൻറ്റ് അഡ്രിനാലിൻ റഷ്. അപ്പോൾ വെറുതെ ചിലപ്പോൾ ഇരിക്കുന്നുണ്ടാവാം റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ കണ്ടിന്യൂസ് ഈ തോട്ട് ലൂപ്പിൽ കുടുങ്ങി സ്ട്രെസ് അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് മെൻ്റലി റെസ്റ്റ് കിട്ടുന്നില്ല. നേരത്തെ സ്ലീപ്പിൻ്റെ കാര്യം പറഞ്ഞല്ലേ, നിങ്ങൾ ഇത്ര നേരം ഉറങ്ങിയാലും ബോഡിക്ക് റെസ്റ്റ് കിട്ടുന്നില്ല. വൈ? ബിക്കോസ് യു ആർ നോട്ട് ഗോയിങ് ടു ഡീപ്പ് സ്ലീപ്പ്. അതേപോലെ തന്നെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി ഈവൻ ഇഫ് യു ആർ സിറ്റിംഗ് കംഫർട്ടബിളി ഇൻ എ പ്ലേസ്, യുവർ മൈൻഡ് ഇസ് നോട്ട് ഗെറ്റിംഗ് എനി റെസ്റ്റ്. കാരണം മനസ്സിൽ ഇങ്ങനെ ചിന്തകൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് വെറുതെ ഇരുന്നാൽ പോലും നിങ്ങൾ ബേൺ ഔട്ട് ആവും ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ. ഫിഫ്ത്ത് റീസൺ ഇസ് നത്തിങ് ബട്ട് ലാക്ക് ഓഫ് മൂവ്മെൻറ്റ്. എത്ര പേര് എക്സസൈസ് ചെയ്യാറുണ്ട് രാവിലെ? വീട്ടിൽ നിങ്ങൾ ഇരിക്കുകയാണ്, വീട്ടിലിരുന്ന് ജോലി ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ ജോലികൾക്ക് പ്രത്യേകിച്ചും അങ്ങനെയാണ്. നമ്മൾ വെറുതെ സെഡൻറ്ററി ആയിട്ട് ഇരുന്ന് ചെയ്യേണ്ട ജോലിയാണ്. ഇപ്പോൾ എൻ്റെ ജോലി പോലും അങ്ങനത്തെ ജോലിയാണ്. കുറേ നേരം ഇരിക്കുക, ഒരു 5 to 6 hours ഒക്കെ നിങ്ങൾ ഇരുന്നാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ മൂവ്മെൻറ്റിന് നമ്മൾ ഒട്ടും പ്രാധാന്യം കൊടുക്കുന്നില്ല. ഈ 5 to 6 hours ഒരേ ഇരിപ്പിരുന്ന് കഴിഞ്ഞാൽ ഹ്യൂമൻ ബീയിങ്സ് ആർ നോട്ട് വയേർഡ് ലൈക്ക് ദാറ്റ്. നമ്മൾ മൂവ് ചെയ്യാനാണ് നമ്മൾ വയറായിരിക്കുന്നത്, നമ്മുടെ സിസ്റ്റം മൊത്തം, എല്ലാ സിസ്റ്റവും. അങ്ങനെയുള്ളവരാണ് വെറുതെ ജോലി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പോൾ ഒട്ടും മൂവ്മെൻറ്റ് ഇല്ലാത്ത ഒരാളെ മൂഡ് അതിനനുസരിച്ച് മാറും. യുവർ ബ്രെയിൻ ഓൾസോ വിൽ ചേഞ്ച്. നമ്മുടെ മൂഡ് ബൂസ്റ്റ് ചെയ്യുന്ന ഹോർമോൺസ് ഉണ്ട്, എൻഡോർഫിൻ എന്ന് പറഞ്ഞ സാധനം. വൈ പീപ്പിൾ ആർ ആസ്കിങ് യു ടു എക്സസൈസ് എന്ന് പറഞ്ഞാൽ, എക്സസൈസ് ചെയ്യുന്ന സമയത്ത് ഈ എൻഡോർഫിൻസ് റിലീസ് ആവും നമ്മുടെ ബ്രെയിനിൽ. എൻഡോർഫിൻസ് ആർ നോൺ ആസ് ഹാപ്പി ഹോർമോൺസ്. അപ്പോൾ ഈ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആകുമ്പം ഒബ്വിയസ്ലി നിങ്ങളുടെ മൂഡ് അതിനനുസരിച്ച് മാറും, നിങ്ങൾ എനർജറ്റിക് ആയിട്ട് മാറും. എന്നാൽ പിന്നെ എക്സസൈസ് ചെയ്താൽ, എന്നാൽ ഒരുപാട് എക്സസൈസ് ചെയ്യും. ആദ്യം തന്നെ ആദ്യത്തെ ദിവസം തന്നെ പോയിട്ട് ഹിറ്റും വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മസിലിന് അതൊരു ടോർച്ചറായി മാറും. അതുകൊണ്ട് നെവർ ടോർച്ചർ യുവർ മസിൽസ്. ഓവറായിട്ട് ചെയ്താലും ക്ഷീണിക്കും. എന്നാൽ ഒട്ടും ചെയ്യാതെ വെറുതെ ഇങ്ങനെ ചടഞ്ഞുകൂടി ഒരു സ്ഥലത്ത് ഇരിക്കുകയാണ്, റെസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ വെറുതെ ഒരു സ്ഥലത്ത് ചടഞ്ഞുകൂടി ഇരുന്നാലും നമുക്ക് ക്ഷീണം വരും. അപ്പം അതിൻ്റെ ഇടയിലുള്ളൊരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. ഒരു 5 മിനിറ്റ് മൂവ്മെൻറ്റിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ 6th റീസൺ ആയിട്ട് പറയുന്നത് മെഡിക്കൽ കണ്ടീഷൻസ്. നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലൊന്നും അല്ല നിങ്ങൾ വരുന്നതെങ്കിൽ ഇറ്റ് ഈസ് ടൈം ടു തിങ്ക് അബൌട്ട് എ മെഡിക്കൽ കണ്ടീഷൻ. ചിലപ്പോൾ ബ്ലഡിൽ HB കുറവായിരിക്കും, അനീമിയ ആയിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ PCOS ഉള്ള പേഷ്യൻ്റ് ആണെങ്കിൽ, തൈറോയ്ഡ് ഇഷ്യൂസ് ഉള്ള ആളാണെങ്കിൽ, ഇതൊന്നും പോരായിട്ട് ഇപ്പോഴത്തെ കാലത്ത് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്നതാണ് ന്യൂട്രീഷണൽ ഡെഫിഷ്യൻസീസ്. കോവിഡിൻ്റെ ടൈമിലാണ് ഇത് പ്രത്യേകിച്ചും കൂടുതലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കണ്ടു തുടങ്ങിയത്. കാരണം എല്ലാവരും വീട്ടിനകത്ത് തന്നെ ഇരിക്കുകയാണ്. പുറത്തേക്ക് ജോലിക്ക് പോകുന്നുണ്ടെങ്കിലല്ലേ പുറത്ത് പോയി യാത്ര ചെയ്യേണ്ട ആവശ്യമുള്ളൂ. യാത്ര ചെയ്താലേ സൂര്യപ്രകാശം കൊള്ളുള്ളൂ. ആ സമയത്ത് ഒരു സമയത്ത് വൈറ്റമിൻ D ഡെഫിഷ്യൻസി സ്ത്രീകളിൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അണ്ടർ ഡയഗ്നോസ്ഡ് ആണ്. ഒരുപാട് പേര് ഡയഗ്നോസ് ചെയ്യപ്പെട്ടിട്ടില്ല. ജോയിൻറ്റ് പെയിൻസ്, ഏക്സ് പെയിൻസ് ഒക്കെ ആയിട്ടായിരിക്കും പേഷ്യൻ്റ് വരാം. ലാബ് ഇൻവെസ്റ്റിഗേഷനിലായിരിക്കും ഇത് കണ്ടുപിടിക്കുന്നത്. വൈറ്റമിൻ D ഡെഫിഷ്യൻസി മാത്രമല്ല, വൈറ്റമിൻ B12 ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ, അയൺ ഡെഫിഷ്യൻസി, HB കുറവാണെങ്കിൽ, ചില മൈക്രോ ന്യൂട്രിയൻസ് ഉണ്ട്, മഗ്നീഷ്യം പോലെ, മഗ്നീഷ്യം, സിങ്ക് ഒക്കെ, ഇത് കുറവാണെങ്കിലും നമുക്ക് എപ്പോഴും ക്ഷീണമായിരിക്കും. പിന്നെ നിങ്ങൾക്കൊരു ചെറിയ പനി വന്നു എന്ന് വിചാരിച്ചോ. പനി ഒരു 5-6 ദിവസം കൊണ്ട് മാറി. പക്ഷേ 3-4 ആഴ്ച കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ക്ഷീണം മാറുന്നുണ്ടാവില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു സയൻറ്റിഫിക് റീസൺ ഉണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പോസ്റ്റ് വൈറൽ ഫെറ്റീഗ്. വന്ന പനി വൈറൽ പനിയാണെങ്കിൽ ആ വൈറൽ പനി നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് സിംറ്റംസ് കാണിക്കുന്നില്ലെങ്കിലും ശരീരം റിക്കവർ ആവാനായിട്ട് 4 ആഴ്ചയൊക്കെ എടുക്കും. കോവിഡ് വന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ ഞാൻ പറയാം, ഒരു കോമൺ ആയിട്ടുള്ളൊരു എക്സാമ്പിൾ ആയതുകൊണ്ട്, കോവിഡ് വൈറൽ ഇൽനെസ് ആയതുകൊണ്ടും, കോവിഡ് ഒരു 3 ആഴ്ചയൊക്കെ കൊണ്ട് സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് സബ്സൈഡ് ആയിട്ടുണ്ടെങ്കിലും അത് കഴിഞ്ഞൊരു 1-2 അല്ലെങ്കിൽ 3 മാസത്തോളം ചെറിയ കയറ്റം കയറുമ്പോഴത്തേനും കിതപ്പ്, പെട്ടെന്ന് ക്ഷീണിക്കുക, എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റാതാവുക, അങ്ങനെയുള്ള എത്ര പേര് നോട്ടീസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല. ബട്ട് ഇറ്റ് ഈസ് വെരി കോമൺ. പോസ്റ്റ് വൈറൽ ഫെറ്റീഗ് എന്നാണ് പറയുക. ഇറ്റ് ഹാസ് ഗോട്ട് എ സയൻസ് ബാക്കിംഗ്. അല്ലാതെ വെറുതെ തോന്നുന്ന ക്ഷീണമൊന്നുമല്ല. മസിൽസിലും ജോയിൻസിലും ഒക്കെ വേദന ഉണ്ടാവും ഇങ്ങനെയുള്ളവർക്ക്.
അപ്പോൾ അതൊരു റീസണാണ്. അതുപോലെ ഡിപ്രഷൻ ഉള്ളവർക്ക് ടയർഡ്നെസ് ഉണ്ടാവും. അതൊരു സൈക്കിളാണ്. എപ്പോഴും ടയേർഡായിരിക്കുന്ന ഒരാൾക്ക് ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്. ഡിപ്രഷൻ ഉള്ള ഒരാൾക്ക് ടയർഡ്നെസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആ ചെയിൻ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. ആ ചെയിൻ പൊട്ടിക്കണം നമുക്ക്. ചെയിൻ പൊട്ടിച്ചാലേ കാര്യമുള്ളൂ, അതല്ലെങ്കിൽ അത് അങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പിന്നെ വേറൊരു കണ്ടീഷൻ വളരെ കോമൺ ആയിട്ടുള്ളത് ഒബീസ് വിമനിലുള്ളത് ഇസ് സ്ലീപ്പ് ആപ്നിയ. സ്ലീപ്പ് ആപ്നിയ ഇസ് വാസ്റ്റ് ടോപ്പിക്കാണ്. നമുക്ക് വേറെ ഒരു വീഡിയോ തന്നെ നമുക്ക് അതിനെപ്പറ്റി സംസാരിക്കാം. സ്ലീപ്പ് ആപ്നിയ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഉണ്ട് എന്ന് നിങ്ങളിപ്പോൾ മനസ്സിലാക്കാം. സ്ലീപ്പ് ആപ്നിയയിൽ സംഭവിക്കുന്നത് വേറൊന്നുമല്ല, നിങ്ങളുടെ സ്ലീപ്പ് ഡിസ്റപ്റ്റ് ആയി പോകും. സ്ലീപ്പ് ഡിസ്റപ്റ്റ് ആയി പോകുമ്പം അൾട്ടിമേറ്റ്ലി നേരത്തെ സ്ലീപ്പ് ഡിപ്രിവേഷൻ എന്ന് പറഞ്ഞ പോലെ ക്വാളിറ്റി എഫക്റ്റ് ആകുമ്പോൾ നെക്സ്റ്റ് ഡേ നിങ്ങൾ ഭയങ്കര മൂഡിയായിട്ടായിരിക്കും എഴുന്നേക്കുക. അപ്പം ഇതൊക്കെയാണ് മെയിൻ റീസൺസ് ഫോർ യുവർ ടയർഡ്നെസ്. ഇത്രയും നേരം ടയർഡ്നെസ്സിൻ്റെ റീസൺസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് വാട്ട് ക്യാൻ വി ഡു അബൌട്ട് ഇറ്റ്. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ഗെറ്റ് യുവർ ലാബ്സ് ഡൺ. മെഡിക്കൽ കണ്ടീഷൻസ് ഞാൻ ലാസ്റ്റ് റീസൺ ആയിട്ടാണ് പറഞ്ഞതെങ്കിലും പ്രൊവാക്റ്റീവായിട്ട് ഇതിന് ആക്ഷൻ എടുക്കുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് മെഡിക്കൽ കണ്ടീഷൻ റൂൾ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. കാരണം അസുഖം ഏർലി ഡിറ്റക്ഷൻ ഇസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും പെട്ടെന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ലാബ് ടെസ്റ്റ് ചെയ്ത് മെഡിക്കൽ കണ്ടീഷൻസ് ഒന്നും ഇല്ല എന്നുള്ളത് ഫസ്റ്റ് തന്നെ ഉറപ്പ് വരുത്തണം. അപ്പം നിങ്ങൾ ബേസിക്കായി ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. വെൻ ഇറ്റ് വാരീസ് വിത്ത് ഇൻഡിവിജ്വൽ, ഓരോരുത്തർക്ക് ഓരോ പോലത്തെ ടെസ്റ്റ് ആയിരിക്കും ചെയ്യേണ്ടി വരിക. അതൊക്കെ നിങ്ങൾ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് യു ക്യാൻ ഫൈൻഡ് ഔട്ട്. അപ്പം ജനറലി എല്ലാവർക്കും വേണ്ട ടെസ്റ്റുകൾ എന്തൊക്കെയാണെന്ന് വേണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. യു ഹാവ് ടു ഗെറ്റ് യുവർ HB ചെക്ക്ഡ്, ബ്ലഡ് കൗണ്ട് CBC, തൈറോയ്ഡ് ഫങ്ഷൻ ടെസ്റ്റ് ചെയ്യണം, അയൺ ഫെറിറ്റിൻ ലെവൽസ് കണ്ടുപിടിക്കണം, വൈറ്റമിൻ ലെവൽസ് കണ്ടുപിടിക്കണം, എസ്പെഷ്യലി വൈറ്റമിൻ D. ഇത്രയും മിനിമം യു ഹാവ് ടു ഡു. ആൻഡ് ഓൾസോ liver function, renal function test, just to make sure that your kidney and liver is okay. ഡ്രെഡ്ഫുൾ ആയ ഒന്നും ഇല്ല എന്നുള്ളത് ജസ്റ്റ് റൂൾ ഔട്ട് ചെയ്യാൻ. രണ്ടാമത്തത്, ഫിക്സ് യുവർ സ്ലീപ്പ്. എത്ര പേർക്ക് നല്ലൊരു കിടക്കയും തലയാണയും ബെഡ്റൂം ഉണ്ട്? നമ്മുടെ ജീവിതത്തിൻ്റെ പകുതി സമയവും കിടക്കയിലാണെന്ന് ഓർക്കണം. ഉറങ്ങുകയാണ് നമ്മൾ, അല്ലേ? പകുതി ഇല്ലെങ്കിൽ പോട്ടെ, 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നവരില്ലേ? ചിലരൊക്കെ 10-12 മണിക്കൂർ ഉറങ്ങും. അങ്ങനെയുള്ളൊരു പകുതി ജീവിതവും. സ്റ്റാർട്ട് എ ഗുഡ് സ്ലീപ്പ് റൂട്ടീൻ. ബെഡ്റൂമിൽ ഡിം ലൈറ്റ്സ് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. വൃത്തിയുള്ള ബെഡ്ഷീറ്റ്, വൃത്തിയുള്ള പില്ലോ കേസ്, നല്ലൊരു ബെഡിൽ ഇൻവെസ്റ്റ് ചെയ്താലും തരക്കേടില്ല. സ്ക്രീൻ ടൈം അറ്റ്ലീസ്റ്റ് ഹാഫ് ആൻ അവർ മുന്നെങ്കിലും നിർത്തണം. അതല്ലെങ്കിൽ ആ ബ്ലൂ ലൈറ്റ് നിങ്ങളുടെ കണ്ണിൽ പോവും. കണ്ണിൽ നിന്ന് ബ്രെയിനിന് സിഗ്നൽ കിട്ടും ദാറ്റ് ദിസ് ഇസ് നോട്ട് നൈറ്റ് ടൈം, ദിസ് ഇസ് ഡേ ടൈം. പിന്നെ ബ്രെയിൻ ഉറങ്ങാനുള്ള ഒരു പ്രോസസ്സും സ്റ്റാർട്ട് ചെയ്യില്ല. ഇതൊക്കെ കെമിക്കൽ ചേഞ്ച് ആണല്ലോ സ്ലീപ്പ് ഉണ്ടാകുന്നതൊക്കെ. മെലറ്റോണിൻ എന്ന് പറഞ്ഞ ഹോർമോണാണ് നിങ്ങളെ സ്ലീപ്പിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത്. നിങ്ങൾ സർക്കേഡിയൻ റിതം ഉണ്ട്, അതിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഹോർമോണാണ് മെലറ്റോണിൻ. അപ്പോൾ മെലറ്റോണിൻ വരില്ല, മെലറ്റോണിന് സിഗ്നൽ കിട്ടില്ല. നിങ്ങൾ ഈ സ്ക്രീൻ നോക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഐസ് കൂടെ അങ്ങോട്ട് സിഗ്നൽ പോകും, അതായത് ദിസ് ഇസ് ഡേ ടൈം. അപ്പം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം അത് സ്ക്രീൻ ഓഫാക്കി വെക്കുക. ഇനി കുട്ടികളുള്ള അമ്മമാരാണെങ്കിൽ അവർക്ക് നിവൃത്തിയില്ല, കാരണം കുഞ്ഞുങ്ങളെ നമ്മൾ നോക്കണം, അത് നമ്മളെ ഡ്യൂട്ടിയാണ്. അപ്പോൾ പാർട്ട്നേഴ്സ് ഉണ്ടെങ്കിൽ ഡെലിഗേറ്റ് ദ ടാസ്ക്. രാത്രി എഴുന്നേൽക്കേണ്ടത് ഒരു ദിവസം ഹസ്ബൻഡിനോട് എഴുന്നേക്കാൻ പറയാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടെങ്കിൽ അവരോട് പറയാം. അടുത്ത ദിവസം നിങ്ങൾ എഴുന്നേക്കാം. ആൻഡ് മേക്ക് ഷുവർ അറ്റ്ലീസ്റ്റ് 1 day ഇൻ ബിറ്റ്വീൻ യു ഗെറ്റ് എ ഗുഡ് പ്രോപ്പർ ക്വാളിറ്റി സ്ലീപ്പ്. മൂന്നാമത്തത്, ഈറ്റ് ടു എനർജൈസ്. ഡോണ്ട് സ്കിപ്പ് മീൽസ്. അതുപോലെ ക്രാഷ് ഡയറ്റ്സ് ഫോളോ ചെയ്യരുത്. ക്രാഷ് ഡയറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? 2 ആഴ്ചക്കുള്ളിൽ നിങ്ങൾക്ക് ഇങ്ങനെയുള്ളിടത്ത് നിന്ന് ഇങ്ങനെയാവാം, അതല്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ 80 കിലോന്ന് 50 കിലോ ആവാം. അതൊന്നും ഫോളോ ചെയ്യരുത്. ഇഫ് യു ആർ അണ്ടർ എ ഫിസിക്കൽ ട്രെയിനർ ഓർ സംതിങ്, അല്ലെങ്കിൽ ഒരു ന്യൂട്രീഷനിസ്റ്റിൻ്റെ അഡ്വൈസ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ അത് കേസ് ഡിഫറെൻറ്റ്. വേറെ അങ്ങനെയുള്ളവർക്ക് ചെയ്യാം, ഓക്കെ, കുഴപ്പമൊന്നുമില്ല. കാരണം യു ആർ ഓൾറെഡി അണ്ടർ സമൺസ് ഗൈഡൻസ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അങ്ങനെയുള്ള ക്രാഷ് ഡയറ്റ്സിനും ഈസി ആയിട്ട് റിസൾട്ട് വരും എന്നൊക്കെ തോന്നിയിട്ട് ഒരു പണിക്കും പോകരുത്. സാധാരണ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ആരോഗ്യപരമായ സാധനങ്ങൾ, പയർ, പച്ചക്കറി, ഇലക്കറി, മുട്ട, മീൻ, ഡേറ്റ്സ്, നട്ട്സ്, ഇതൊക്കെ തന്നെ കഴിക്കുക. ഇതൊക്കെ നിങ്ങളെ മീലിൽ ഇൻക്ലൂഡ് ചെയ്യുക. ഹോൾ ഗ്രെയിൻസ് ഇൻക്ലൂഡ് ചെയ്യുക. ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി, മോർ ദാൻ എനിത്തിങ്, ഹൈഡ്രേറ്റ് യുവർ സെൽഫ്. വെള്ളം നന്നായിട്ട് കുടിക്കുക. ഒരു 10-15 ഗ്ലാസ് വെള്ളം കുടിക്കുക. അതിൽ തന്നെ കുറേ ക്ഷീണം മാറും.
നമ്മൾ തേഴ്സ്റ്റി ആയിരിക്കുമ്പം ടയേർഡായിരിക്കും. അത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അങ്ങനെയാണ് നമ്മുടെ ബോഡി വർക്ക് ചെയ്യുന്നത്. 4th വൺ, മാനേജ് സ്ട്രെസ്. സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ നിങ്ങൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ട. ജസ്റ്റ് 2 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ജേണൽ ചെയ്യാലോ. വേറെ ഒരു ചിലവുമില്ല. ഒരു ബുക്ക് എടുക്കുന്നു, ഒരു പെൻ എടുക്കുന്നു, നിങ്ങളുടെ തോട്ട്സ് എന്താണ് ജസ്റ്റ് എഴുതി വെക്കാം. അതുപോലെ ബ്രീതിങ് എക്സസൈസ് ചെയ്യാം. അമ്മമാർ ആണ് ബിസിയാണ്, വേറെ നടക്കാനൊന്നും പോകാൻ സമയമില്ല. അങ്ങനെയാണെങ്കിൽ കുഞ്ഞു ഉറങ്ങുന്ന സമയത്ത് വേണമെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സിറ്റ് വിത്ത് യുവർ സെൽഫ് ആൻഡ് യുവർ തോട്ട്സ് ആൻഡ് ഡു എ 5 minutes ബ്രീതിങ് എക്സസൈസ്. അല്ലെങ്കിൽ മെഡിറ്റേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ജസ്റ്റ് ഡാൻസ് ചെയ്യാം. 5ാമത്തത്, മൂവ് യുവർ ബോഡി. നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് മൂവ്മെൻറ്റ് നമുക്ക് വേണ്ട. പെട്ടെന്ന് ഒരുപാട് മൂവ്മെൻറ്റ് ചെയ്തെന്നാണ് പറയുന്നത്. ഇപ്പോൾ 6 പാക്ക് വേണം അല്ലെങ്കിൽ മസിൽ ബിൽഡ് ചെയ്യണം എന്നുള്ളവരൊക്കെ ആണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് മൂവ് ചെയ്യാം. അല്ലാത്തവരോട് പറയാനുള്ളത് ഒരുപാട് മൂവ് ചെയ്യരുത്. പെട്ടെന്ന് ആ ഡ്രാസ്റ്റിക് ചേഞ്ച് വരരുത്. അപ്പോൾ ബോഡി ബ്രേക്ക് ഡൗൺ ആവും, ക്ഷീണം കൂടും. ഒട്ടും മൂവ് ചെയ്യാതെ ഇരിക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 1 hour കൂടും ജസ്റ്റ് വീട്ടിൻ്റെ ചുറ്റും ഒന്ന് നടക്കാം. അല്ലെങ്കിൽ പുറത്ത് നടക്കാൻ പോകുന്നതാണ് ഏറ്റവും നല്ലത്. ജസ്റ്റ് ഗോ ഫോർ എ വാക്ക് ഇൻ ദ നേച്ചർ. ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരെ കൂടെ, പാർട്ട്ണർ ഉണ്ടെങ്കിൽ അവരെ കൂടെ നടക്കാം. മറ്റുള്ളവരുമായിട്ട് കണക്ട് ചെയ്യാമല്ലോ നിങ്ങൾക്ക്. നേച്ചർ കാണാം, അല്ലെ നേച്ചറിൻ്റെ ഭംഗി ആസ്വദിക്കാം. മറ്റ് മനുഷ്യന്മാരെയും മറ്റ് ജീവജാലങ്ങളെയൊക്കെ കാണാം. അപ്പോൾ തന്നെ കുറേയൊക്കെ നമ്മൾ റിഫ്രഷ് ആവും, ശുദ്ധവായു കിട്ടും. ഇപ്പോൾ അർബൻ ഏരിയാസിലൊന്നും അത്ര ശുദ്ധവായു കിട്ടില്ലെങ്കിലും വീട്ടിൽ തന്നെ ഇരുന്ന് നമ്മൾ ബോറടിക്കുന്നതിനേക്കാളും എത്രയോ ബെറ്ററാണ് പുറത്ത് ഇറങ്ങി ഒന്ന് നടക്കുന്നത്. പെറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു വാക്കിന് പോകാം. അപ്പോൾ അങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം. പിന്നെ നേരത്തെ സ്ട്രെസ്സ് മാനേജ് ചെയ്യാൻ വേണ്ടി പറഞ്ഞ പോലെ ഡാൻസ് ഇഷ്ടമാണെങ്കിൽ ഡാൻസ് കളിക്കാം എന്നെ പോലെ. അപ്പോൾ നിങ്ങൾ മൂവ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ സർക്കുലേഷൻ കൂടും. ശരീരത്തിൽ ജസ്റ്റ് മസിൽസെല്ലാം മാത്രമല്ല, നിങ്ങളുടെ ബ്രെയിനിലേക്കുള്ള സർക്കുലേഷനും കൂടും. ബ്രെയിനിലേക്കുള്ള സർക്കുലേഷൻ കൂടുമ്പം നേരത്തെ പറഞ്ഞ പോലെ ഹാപ്പി ഹോർമോൺസ് റിലീസ് ആവുന്നു, നിങ്ങളുടെ എനർജി ബൂസ്റ്റ് ആവും, നിങ്ങൾ എനർജറ്റിക് ആയിരിക്കും. അപ്പോൾ ടയേർഡ്നെസ് തോന്നില്ല. അറ്റ്ലീസ്റ്റ് ട്രൈ ടു മൂവ് ആൻഡ് മെയിൻറ്റെയിൻ യുവർ ബാലൻസ്. 6ാമത്തത്, ലൈറ്റൻ യുവർ ലോഡ്. എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യണമെന്നില്ല. ചില കാര്യങ്ങൾ നമുക്ക് ഹെൽപ്പ് കിട്ടുമെങ്കിൽ അവർക്ക് കൊടുക്കാം. നിങ്ങൾക്കൊരു ഹൗസ് ഹെൽപ്പിന് വെക്കാം ഉള്ള അവസ്ഥയിലാണെങ്കിൽ, എല്ലാവർക്കും അതിന് പറ്റില്ല എന്ന് എനിക്ക് അറിയാം, പക്ഷെ ഞാൻ പറയാണ്, അങ്ങനെ പറ്റുന്നവർ അവർക്ക് ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കാം ചിലതെങ്കിലും, ചില ടാസ്കുകൾ. ഇനി പാർട്ട്ണർ ഉണ്ടാവുമല്ലോ, പാർട്ട്ണറിനോട് പറയാം എല്ലാ ദിവസവും ഈ പണി എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു ദിവസം പാർട്ട്ണറിന് കൊടുക്കാം. വേണമെങ്കിൽ കിച്ചണിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ ഷോപ്പ് ചെയ്യാൻ വേണ്ടി പറയാം. മീൽ പ്രിപ്പയർ ചെയ്ത് നിങ്ങളാണെങ്കിൽ ഷോപ്പ് ചെയ്യുന്ന ടാസ്ക് പാർട്ട്ണറിന് കൊടുക്കാം. അല്ലെങ്കിൽ വീട്ടിൽ പാരൻസ് ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരുടെ ഹെൽപ്പ് തേടാം. അപ്പം ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു ആസ്ക് ഫോർ ഹെൽപ്പ് ബിക്കോസ് യുവർ എനർജി മാറ്റേഴ്സ്. വീട്ടിലെ വിളക്ക് അമ്മയാണെന്ന് പറയാറില്ലേ, അത് വെറുതെ പറയുന്നതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അമ്മയുടെ മൂഡ് അനുസരിച്ചിരിക്കും ആ വീട്ടിലുള്ള എല്ലാവരുടെയും മൂഡും, ആ വീട്ടിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും. നമ്മുടെ മൂഡും എനർജിയും പ്രിസർവ് ചെയ്യേണ്ടത് നമുക്ക് മാത്രമല്ല, നമ്മുടെ വീട്ടിലുള്ള നമ്മുടെ പ്രിയപ്പെട്ടവർക്കും കൂടെ ഉപകാരപ്പെടുന്നതാണ്. അതുപോലെ ലേൺ ടു സേ നോ ടു സം പീപ്പിൾ ഓർ സം ഫങ്ഷൻസ് ദാറ്റ് ഡ്രെയിൻസ് യു. അത് അൺഅപ്പോളജറ്റിക്കലി പറയാൻ പഠിക്കണം. അത് നിങ്ങൾക്ക് വേണ്ടി, വേറെ ആർക്കും വേണ്ടി, നിങ്ങൾക്കും നിങ്ങളുടെ ചുറ്റുമുള്ള പ്രിയപ്പെട്ടവർക്കും വേണ്ടി അത് പറയാൻ പഠിക്കണം. അത് പറയുന്നതിൽ ഒരു തെറ്റും ഇല്ല. നമ്മുടെ കൾച്ചർ മാറിക്കൊണ്ടിരിക്കുകയാണ്. ബീങ് ബിസി, ബീങ് ഓൺ ഓൾ ദ ടൈം, ഇതിനെയൊക്കെ ഗ്ലോറിഫൈ ചെയ്യുന്ന ടൈമാണ്. പക്ഷേ എക്സോഷൻ ഇസ് നോട്ട് എ ബാഡ്ജ് ഓഫ് ഓണർ, ഇറ്റ്സ് എ സിഗ്നൽ ഫ്രം യുവർ ബോഡി. സോ ലെറ്റ്സ് ടേക്ക് കെയർ ഓഫ് അവർ സെൽസ് ദ വേ വി കെയർ ഫോർ എവ്രി വൺ എൽസ്. If you like this video, if you found this helpful, hit like, subscribe and share with the women who needs to hear it. Drop a comment below. What's your biggest energy struggle? Until next time, take care of yourself and you're doing better than you think. Bye.